ഹായ് നമസ്കാരം. മത്സര പരീക്ഷകളിൽ മുൻകാലങ്ങളിൽ ചോദിച്ച ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങൾ കോർത്തിണക്കിയ വീഡിയോയാണിത്. ഇതെല്ലാം മനഃപ്പാഠമാക്കിയാൽ വളരെ ഈസിയായി മാർക്ക് നേടാൻ കഴിയും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വിജയാശംസകൾ നേർന്നുകൊണ്ട് നേരെ വീഡിയോയിലേക്ക്. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖാ സിംഗ് അന്തരിച്ച വർഷം. ഉത്തരം 2021. 2021 ആണ് പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പ്യൻ മിൽഖാ സിംഗ് അന്തരിച്ചത്. വർണ്ണാന്ധത കണ്ടുപിടിച്ചതാര്? ഉത്തരം ജോൺ ഡാൽട്ടൺ. ജോൺ ഡാൽട്ടൺ ആണ് വർണ്ണാന്ധത കണ്ടുപിടിച്ചത്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? ഉത്തരം സംബാദ് കൗമുദി. സംബാദ് കൗമുദിയാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ? ഉത്തരം ശ്യാം ശരൺ നേഗി. ശ്യാം ശരൺ നേഗിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി? ഉത്തരം മിസോസ്ഫിയർ. മിസോസ്ഫിയറാണ് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി. കർണാടകത്തിലെ പ്രധാന ആണവോർജ്ജ നിലയം? ഉത്തരം കൈഗ. കൈഗയാണ് കർണാടകത്തിലെ പ്രധാന ആണവോർജ്ജ നിലയം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം? ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി? ഉത്തരം ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയാണ് ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി. അമരാവതി ഏത് നദിയുടെ പോഷകനദിയാണ്? ഉത്തരം കാവേരി. കാവേരി നദിയുടെ പോഷകനദിയാണ് അമരാവതി. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര? ഉത്തരം കാരക്കോറം. കാരക്കോറം പർവ്വതനിരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം? ഉത്തരം മുംബൈ. മുംബൈയാണ് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല? ഉത്തരം വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി? ഉത്തരം മുംബൈ ഹൈ. മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. ഭരണഘടന നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭരണഘടന നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ.